ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. ശ്രീവേദവ്യാസമുനിരമച്ച പുരാണത്തിൽ ശ്രീമഹാഭാഗവതം തന്നിലെ പരമാർത്ഥം സത്യജ്ഞാനാനന്ദാദ്വയാമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദം ഉപാസിച്ചേ. ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ചു ഞാൻ. ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശികപാദപത്മമെന്നുള്ളിലുറപ്പിച്ചേ. ദേശികാജ്ഞയായി പരമാനന്ദ സമന്വിതം. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണാനില്ല ഞാനൊഴിഞ്ഞൊരിടത്തും എന്നതിനുപദേശ സാധനമിതു തന്നെ. നന്നായി കേട്ടുകൊള്ളുവിൻ മറ്റൊന്നും നിനയാതെ. നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കൽ അമ്മാ മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ. സൽഗതി വരുവാനും ഹേതുവാമതു തന്നെ. 1000 കൂടി കഴിഞ്ഞു കൂടുന്നത് അങ്ങാരാലുപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സുതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി. മുനികളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു. ധന്യന്മാരു വന്നു ഞങ്ങളും അതിനാലെ. ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുളറിഞ്ഞിടിന മുനികളും. വേദാന്ത വിത്താം വേദവ്യാസനും മുന്നം സാദരം അരുൾ ചെയ്തൊക്കെ അഭ്യസിച്ച നീ. മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം. സ്നേഹമെത്രയും ഭാരമുള്ള ശിഷ്യനും ഗുഹ ആയതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം. വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാല് ആകയിൽ സാരമായ മോക്ഷ സാധനമെന്തോന്ന് ആയതും തവമതി നിശ്ചയം പറകടോ. ഇക്കലിയുഗത്തിങ്കൽ മാനുഷ്യ പരീക്ഷകൾ ദുഃഖിതന്മാരായുള്ള നിത്യോപദ്രവങ്ങളാൽ അല്പായസ്സുകളും അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളു നൂനം. കേൾക്കേണ്ടത് അസംഖ്യമായി ഉണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും. എന്നാലെന്തതിൻ സാരമായുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി. എത്രയും ചുരുക്കമായ അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതും സത്വരം പറക നീ. ദേവകീങ്കൽ വസുദേവനും സുതനായി
ദേവകൾ ദേവൻ പിറന്നോരു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ. ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലീ നല്ലു. തന്തിരുവടിയുടെ തിരുനാമങ്ങളിൽ ഒന്ന് അന്ധതനായി അറിയാതെ ചൊൽകിലും ഗതിയല്ലോ. ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാം. രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളും കേൾപ്പാൻ തോന്നും. രസങ്ങളതിന്മീതേ മറ്റൊന്നും ഇല്ലതാനും. ഞങ്ങൾക്കു മതിയാകയില്ലതു കേൾക്കുന്തോറും. മംഗലചരിത്രങ്ങൾ ചൊല്ലും നീ മടിയാതെ. വന്നിതു കലിയുഗമെന്നറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവക്ഷേത്രം പൊക്കിതു ഞങ്ങളടോ. തന്തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തോരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാ വന്നു ഭവാനീശ്വര കാരുണ്യത്താല് സന്താപമകന്നിതോ മിക്കതും കണ്ടപ്പോഴേ. സുതൻ ശൗനകാദികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശം എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സുതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ. വന്നിച്ചിടുന്നേനെങ്കിൽ ശ്രീശുഖമുനി തന്നെ നന്ദിച്ചിടണമെന്നെക്കുറിച്ചു സദാകാലം. വേദാന്തസാരാർത്ഥമായി ആത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനും ആവോളം തുണയ്ക്കവേ. മാമുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം മാലോർക്കെല്ലാവർക്കും അങ്കലമായെന്നല്ലോ. ഭഗവൽ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായതും സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും. ബാക്കി അടുത്ത ഭാഗം